നീ അതീവ സുന്ദരിയാണ്. നിന്നെ കാണാൻ എൻ്റെ പഴയ ഗേൾഫ്രണ്ടിനെ പോലെയുണ്ട്. ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനത്തിനെത്തിയ മലയാളി പെൺകുട്ടി ആദ്യ ദിവസം തന്നെ കോളേജ് ചെയർമാനിൽ നിന്ന് കേട്ട വാക്കുകളാണിത്. അന്ന് അവൾ അതൊരു കോംപ്ലിമെൻ്റായി എടുത്തു. പിന്നീട് നേരിൽ കാണുമ്പോഴൊക്കെ ചെയർമാൻ്റെ മോശം ഉദ്ദേശത്തോടെയുള്ള നോട്ടവും സ്പർശനവും. ഇത് പരാതി പറയാൻ അവൾ നേരെ പോയത് പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്കാണ്. പ്രിൻസിപ്പാളാകട്ടെ ചെയർമാൻ്റെ ഭാര്യ. പിന്നീട് വ്യക്തി അധിക്ഷേപവും വേട്ടയാടലും കുറേ നേരിട്ടു. കടുത്ത മാനസിക സമ്മർദ്ദം കാരണം പഠനം പോലും മുന്നോട്ട് പോയില്ല. പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ബംഗളൂരു മൗണ്ട് ഷെപ്പേർഡ് കോളേജിലെ ചെയർമാൻ വാൾട്ടർ ജയ്സിംഗിനെതിരെയാണ് ഗുരുതര ആരോപണവുമായി തൃശൂർ സ്വദേശിനിയായ പെൺകുട്ടി രംഗത്തെത്തിയത്. കോളേജ് ചെയർമാൻ തന്നെ വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ബംഗളൂരു മൗണ്ട് ഷെപ്പേർഡ് കോളേജിലെ ചെയർമാൻ വാൾട്ടർ ജയ്സിംഗിനെതിരെയാണ് തൃശൂർ സ്വദേശിയായ പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വന്നത്. കോളേജിലെത്തിയ കാലം മുതൽ തന്നെ പിന്തുടർന്ന് ലൈംഗിക അതിക്രമം നടത്തുന്നതായി പെൺകുട്ടി പറയുന്നു. പലതവണ കയറി പിടിക്കാൻ ശ്രമിച്ചു. ചെയർമാന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്ന സംഭവങ്ങൾ നിരവധി തവണ ഉണ്ടായി. ഫസ്റ്റ് ഇയർ തൊട്ട് അവിടെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ചെയർമാൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കാണാൻ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. മുൻകാമുകിനെ പോലെയാണ് ഞാൻ കാണാതിരിക്കുന്നത്. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതുപോലെ തന്നെയാണ്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണണം തോന്നും. നീ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ ക്യാബിനിലേക്ക് വരണമെന്ന് പറഞ്ഞു. ചെറിയ ചെറിയ കോംപ്ലിമെന്റ്സിലേക്ക് എനിക്ക് മനസ്സിലായി തുടങ്ങി. അയാൾ എന്നെ പിടിക്കുന്ന രീതിക്കും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറയുന്ന രീതികളെല്ലാം എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം ഞാനത് റിജക്ട് ചെയ്യാനുണ്ടായത്. പോലീസും സംഭവത്തിൽ ക്രൂരമായ അലംഭാവം കാണിച്ചതായി പെൺകുട്ടി പറയുന്നു. ഏപ്രിലിൽ പരാതി നൽകിയതാണ്. എന്നാൽ പിന്നീട് തുടർ നടപടി ഒന്നുമുണ്ടായില്ല. ഒടുവിൽ മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയെങ്കിലും പിന്നെയും നടപടി ഉണ്ടായില്ല. ഞാൻ പ്രിൻസിപ്പൽ മാമിന് കംപ്ലൈന്റ് കൊടുത്തത്. പ്രിൻസിപ്പൽ മാമിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കാരണം അവർ വൈഫ് ആൻഡ് ഹസ്ബൻഡാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൽ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങണം, നിനക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നീ ചെയർമാൻ സാറ് പറഞ്ഞത് കേട്ട് നിന്നേ പറ്റൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ എനിക്ക് ആരുടെ അടുത്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാരാണ് പ്രിൻസിപ്പളും ചെയർമാനും. പിന്നെ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെയർമാനെതിരായ പരാതി ഭാര്യയായ പ്രിൻസിപ്പളിനോട് പറഞ്ഞെങ്കിലും ഫലമില്ല. ഒടുവിൽ വ്യക്തി അധിക്ഷേപ പ്രചരണമാണ് നടന്നത്. 3ാം വർഷ പരീക്ഷ എഴുതാൻ അധികൃതർ സമ്മതിച്ചില്ല എന്നും പെൺകുട്ടി പരാതിപ്പെടുന്നു. ഫീസ് ഉൾപ്പെടെ വാങ്ങിയ ശേഷമായിരുന്നു ഈ ക്രൂരത. എക്സാം ഫീസ് എന്ന് പറഞ്ഞിട്ട് അവർ എക്സ്ട്രാ പേയ്മെന്റ് വാങ്ങുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ച് കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുത്തത്. സെക്കൻഡ് ഇയറിലെ ഫീസ് ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്നതിന് മുന്നേ വാങ്ങാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഫസ്റ്റ് ഇയറിലെ എക്സാം അല്ലേ, അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ചല്ലോ, ഞാൻ സെക്കൻഡ് ഇയറിലെ ഫീസ് എഴുതുന്നതിന് മുന്നേ സെക്കൻഡ് ഇയറിലെ ഫീസ് അടച്ച് തീർത്താൽ പോരെയും ചോദിച്ചു. നീ ഇവിടുത്തെ മാനേജ്മെന്റ് ഞാനാണ് ഭരിക്കുന്നത്, നിനക്കത് ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ലയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്തെല്ലാം ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് മെൻ്റലി എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുമാതിരി ബാഡ് ആക്കിയിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തെല്ലാം എന്നെ ഐസൊലേറ്റ് ചെയ്തു. എനിക്ക് പിന്നെ ആരുമില്ല, എനിക്ക് കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ ആരുമില്ലാത്ത അവസ്ഥയെ. സംഭവത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി വി ഡി സതീശനെ പെൺകുട്ടി സമീപിച്ചിട്ടുണ്ട്. പ്രതികൾക്കെതിരെ നിയമപരമായ നടപടിയെടുക്കുന്നതിനൊപ്പം പഠനം തുടരാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടാണ് നീക്കം. തന്നെ കൂടാതെ നിരവധി പേർ ചെയർമാനിൽ നിന്ന് മോശം അനുഭവം നേരിട്ടിട്ടുണ്ട് എന്നും പെൺകുട്ടി പറയുന്നു. എന്നാൽ ഭാവി ഓർത്ത് പലരും തുറന്നു പറയാതെ ഇരിക്കുകയാണ് എന്നാണ് ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.